മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിലെ വിഴുപ്പലക്കലിൽ കടുത്ത അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. UDFന്റെ വിജയത്തിന് വേണ്ടി പൊരുവെയിലത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരെ നിരാശരാക്കുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും സലാം വിമർശിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമെന്ന് MK രാഘവൻ MP തുറന്നടിച്ചു. ചിലരുടെ വാശിയാണ് MPമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കാൻ കാരണം െന്നും രാഘവൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പെട്ടിയിലായ വോട്ട് എണ്ണിക്കഴിയും വരെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ ഉപദേശം. UDFിൽ നടക്കുന്ന ചർച്ചകൾ പുറത്തുവിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വിമർശിച്ചു. പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കുന്ന പ്രസ്താവനകൾ നേതാക്കൾ നടത്തരുതെന്നും PMA സലാം പറഞ്ഞു. UDFിലെ ഘടകകക്ഷികൾക്ക് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കാം. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDFിൻ്റെ പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. ഭരണം കിട്ടിയാൽ 5-ൽ കൂടുതൽ മന്ത്രിസ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്നും PMA സലാം. എന്നാൽ ഒന്നും ചോദിച്ചു വാങ്ങില്ല. ഒരുമിച്ചുള്ള ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി, ലീഗിന് 5 മന്ത്രിമാർ, പിന്നെ അതിന് കാരണം ചോദിച്ചാൽ പറയും ലീഗ് പണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, ലീഗ് പണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അതെന്താ ചോദിക്കാത്തത്? 5-ലേറെയൊക്കെ ആവാ അനുമോദേ, വെറും 5-ൽ ഒതുക്കല്ലേ ഞങ്ങളെ. വിഷയത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കടന്നാക്രമിക്കുകയാണ് MK രാഘവൻ MP. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തുടക്കമിട്ടത് മുഹമ്മദ് ഷിയാസ് ആണെന്നും ആ പ്രസ്താവനയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതെന്നും MK രാഘവൻ ആരോപിച്ചു. VD സതീശൻ ഇതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നില്ല. നേതാക്കളുടെ അഭിപ്രായം മാനിച്ച് മാത്രമാണ് MPമാരെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. MPമാർക്കെതിരെ വാശി പിടിച്ചവരാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നും രാഘവൻ പറഞ്ഞു. ഹൈക്കമാൻഡാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അന്തിമ തീരുമാനം. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചിലരുടെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ തർക്കം വേണ്ട, വിവാദമാകണ്ട, അങ്ങനെയാണ്. തെറ്റാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ അനവസരത്തിലാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തു, വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയില്ല. എൻ്റെ ഡൽഹി സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ല. ഇതിനിടെ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ഭീഷണിയുണ്ടെന്ന് കാട്ടി KSU പറവൂർ ബ്ലോക്ക് സെക്രട്ടറി ആരോൺ ബിജോയ് പോലീസിൽ പരാതി നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ് ഭീഷണിയെന്ന് ആരോൺ ആരോപിച്ചു. ഇനി കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുകയോ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ പരിസരത്ത് കാണുകയോ ചെയ്താൽ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.